രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പതിയെ ഓഫീസിലേക്ക് ഇറങ്ങി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് വീഡിയോസാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് കളി തുടങ്ങുമ്പോൾ ഒരു 10-11:30 ആകുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് എത്തണം. അങ്ങനെ ലിഫ്റ്റും പിടിച്ച് 27ാമത്തെ ഫ്ലോറിലെത്തി. 27ാമത്തെ ഫ്ലോറിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലോർ ഫുള്ള് ഹോട്ട്സ്റ്റാറിൻ്റെ ടീമാണ്. ടെസ്റ്റ് മാച്ച് ഇല്ലാത്തപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് 6ാമത്തെ ഫ്ലോറിലാണ്. അവിടെയാണ് ചാനലിലേക്ക് വേണ്ടിയുള്ള എഡിറ്റിംഗ് എല്ലാം നടക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർ സ്പോർട്സിൽ വരുന്നത് ISLന് വേണ്ടി വർക്ക് ചെയ്യാനായിരുന്നു. ആ സമയത്ത് ഏഷ്യാനെറ്റ് പ്ലസിലായിരുന്നു ലൈവ് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് മലയാളമായിരുന്നുകൊണ്ട് നമ്മളെല്ലാം റീജിയണൽ ടീമിലായിരുന്നു. റീജിയണൽ ടീം ഇരിക്കുന്നത് 24ാമത്തെ ഫ്ലോറിലാണ്. ഈ കാണുന്ന പെൻസില ടവറിലായിരുന്നു സ്പോർട്സ് ടീം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റീജിയണൽ ടീം ഇരിക്കുന്ന സ്ഥലം ഒരു പ്രത്യേക വൈബാണ്. കാരണം അവിടെ എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും ഉണ്ടാവും. തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, അങ്ങനെ എല്ലാം. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് വന്നു. ഇതിപ്പോൾ ശരിക്കും 27ാമത്തെ ഫ്ലോറിലായതുകൊണ്ട് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി കൊണ്ടുവന്നത്. താഴെ 6ൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുഫേ പോലെ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇന്നിപ്പോൾ ജീര റൈസും പിന്നെ മഷ്റൂം കറി, പിന്നെ ദാല്, അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. മഷ്റൂം കുഴപ്പമില്ല, ഞാൻ ആദ്യമായിട്ടാണ് മഷ്റൂം കഴിക്കുന്നത് ഇവിടെ നിന്ന്. ഞാൻ സാധാരണ കഴിക്കാറില്ല. പിന്നെ സ്വീറ്റ്സായിട്ടൊരു ലഡു ഉണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ച് പതിയെ എൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിയാറായി. അതും എക്സ്പോർട്ടിലിട്ട് നേരെ പുറത്തേക്കൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു. എക്സ്പോർട്ടിനിട്ട് ടൈം പോയത് അറിഞ്ഞില്ല, ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ 24ലേക്ക് പോയി. അവിടെ കുറച്ച് പേര് ടേബിൾ ടെന്നീസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയി. കാരണം എൻ്റെ ഒപ്പം ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ഇത് സ്വാധിച്ചേട്ടൻ. സ്വാധിച്ചേട്ടൻ ഇപ്പോൾ തമിഴിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ ISL ഒരുമിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ട. അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ റൂമിലേക്ക് പോവാണ്. സ്വാധിച്ചേട്ടൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസമൊന്നും മാച്ച് ഉണ്ടാവില്ല. അപ്പം ഞാൻ 6ലായിരിക്കും ഇനി വർക്ക് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ശരി, പിന്നെ കാണാം.